നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എപ്പോഴും എനിക്ക് ഈ പറച്ചിലുള്ളത് സൂപ്പറാ ഡ്യൂപ്പറാണ്. ഇത് ശരിക്കും ഞാൻ കാണിക്കുന്നത് സൂപ്പർ ഡ്യൂപ്പർ അല്ലേ? ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് സാരിയാണ്. ഞാൻ എപ്പോഴും കാണിക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുട്ടീക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് അല്ലേ? പക്ഷെ ഞാൻ നോർമലി ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഷോപ്പ് ബുട്ടീക്കാണ് തരും. പക്ഷേ ഞാൻ കാണിക്കുന്നത് മിക്കതും അല്ലാതെ എല്ലാ സാധനങ്ങളും കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന പക്ക ബുട്ടീക്ക് ഐറ്റം. ബുട്ടീക്ക് ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബുട്ടീക്ക് ഐറ്റത്തിന് വേറൊരു സംഭവമൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങ് ചുമ്മാ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഡിസൈനർ സാരി അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കാറ്റഗറിപ്പെട്ട എന്നാ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇതിനെ കണ്ണു വെച്ച് കൊല്ലും. ഞാൻ സാരി എടുക്കാൻ പോകാമെന്ന് തീരുമാനിച്ചപ്പോഴേ എനിക്ക് എന്തായാലും ഒരു സാരി കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മൽമൽ കോട്ടൺ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട അടിപൊളി സാരിയാണ്. ഇത് ഡിസൈനർ സാരി കാറ്റഗറി പെടുന്നതാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളർ, ലിനൻ അല്ല, സോഫ്റ്റ് കോട്ടൺ, സ്റ്റാർച്ച് ചെയ്യണ്ട, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒന്നുമല്ല. ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഈ ബുട്ടായില്ലേ, കൃത്യം ഇവിടെ തന്നെയാണല്ലോ അത്. ഒരെണ്ണം അങ്ങ് അഴിക്കുവാണേ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ആരോട് പറഞ്ഞു? ഇതുണ്ടോ? ഇതാണ് സാരി. ഇതിനകത്ത് ഇങ്ങനെ ഫുള്ള് ബോഡി ഫുള്ള് ഇതുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ മുന്താണിയിൽ എല്ലാം ഈ ഒരു ബുട്ട പോകുന്നുണ്ട്. ബുട്ട മീൻസ് ഈ സാധനം. പിന്നെ ഓരോരുത്തരും ഓരോ പേരാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ബുട്ട എന്നാണ്. ബുട്ട അല്ലെങ്കിൽ ബുട്ടി പോകുന്നുണ്ട്. അതെന്നാന്ന് പറയട്ടെ. ഇതിപ്പം ഓറഞ്ചും ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. എന്നിട്ട് മുന്താണിയൊക്കെ കണ്ടോ? മുന്താണിയെ നിറച്ച് ടാസിലൊക്കെ പിടിപ്പിച്ച്, ടാസിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഫുൾ ടാസിലല്ല, അത് അതിൻ്റെ ആ ഒരു സ്റ്റൈലിനൊത്ത് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് മുന്താണിയുടെ ഡിസൈൻ കണ്ടോ? എന്നെ സൂപ്പർ. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാട്ടോ. ആർക്ക് വേണമെങ്കിലും ചേരുകയും ചെയ്യും. നമുക്ക് രണ്ട് ടൈപ്പ്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതിൽ ബോഡിയെ ഫുള്ള് ഇങ്ങനെ ഡിസൈൻ, നമ്മുടെ ലിനൻ സാരി നമ്മൾ കാണുന്നതല്ലേ, ലിനൻ സാരിയുടെ അതേ സംഭവമാണ്. പക്ഷേ ലിനൻ അല്ല, അതുകൊണ്ട് കോട്ടനാണ്. നല്ല കാലാവസ്ഥയ്ക്കും എല്ലാം അനുയോജ്യമാണ്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ്. പ്ലെയിൻ്റെ അറ്റത്ത് കയ്യിൽ ഈ ഒരു ബോർഡറും ഉണ്ട്, ഈ ഒരു ബുട്ടായും ഉണ്ട്. ഇനി കയ്യിൽ ആ ഒരു ബുട്ട നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് ചുമ്മാ അങ്ങ് അഴിച്ചു ഈസി ആയിട്ട് നമുക്കത് അഴിച്ചു കളയാം ഉണ്ട്. പക്ഷെ അത് വെക്കണം. അതൊക്കെ വെക്കാമെന്ന് പറയും. നമ്മളുടെ സാരി കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ സൂപ്പറാണല്ലോ, എവിടെ നിന്നാണ് വാങ്ങിച്ചേ എന്ന് ചോദിക്കും. അപ്പോൾ പറയണം കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോർ എന്ന് പറയണം. അപ്പോൾ ആ സാധനത്തിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നല്ല സാരി. ആരും കണ്ടിട്ടില്ലാത്ത സാരി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഓൺലൈനൊക്കെ ഇഷ്ടം പോലെ കാണുന്ന, പക്ഷേ എപ്പോഴും കിട്ടുകയില്ലാത്തൊരു സംഭവമാണ്. എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. ഇതിൻ്റെ ഇൻഡിഗോ ഷെയ്ഡും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ബ്ലാക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. സൂപ്പർ സാരിയാണ്. ഇതിന് കുറേ ഡിസൈൻ, എത്ര എണ്ണം കാണും? 7 ഡിസൈനുണ്ട്. എല്ലാം ഇത് തന്നെ. ഈ ബോഡിയിലുള്ള ഡിസൈന് മാത്രം മാറ്റുക. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവർ എന്നെ എടുക്കണമെന്ന് ചോദിച്ചാൽ അവനവൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് കിട്ടിയില്ലേ അപ്പം തന്നെ അടുത്തത് എടുക്കുക. എനിക്കറിയാം ഇതിന് ഇഷ്ടംപോലെ ആൾക്കാർ കാണും. ഇങ്ങനത്തെ സാരികളൊക്കെ ഭയങ്കര പ്രിയമാണ്. എല്ലാവർക്കും ഭയങ്കര പ്രിയമായിട്ടുള്ളൊരു സംഭവമല്ലേ അല്ലേ? അപ്പോൾ എടുത്തോളുക. നല്ല സോഫ്റ്റാണ്, ഉടുക്കാൻ നല്ല സുഖമാണ്, ഉടുത്ത് വെക്കാൻ ഡ്രേപ്പ് ചെയ്യാനും നല്ല എളുപ്പമാണ്, പിന്നെ കാണാനാണ് ഏറ്റവും ഭംഗി. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് ഈ ബ്ലാക്കും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ മജന്ത ബ്ലൗസ് ഇടാം, ഓറഞ്ച് ബ്ലൗസ് ഇടാം. അങ്ങനെ പല സമയത്തും പല രീതിക്ക് പ്രത്യക്ഷപ്പെടാം നമുക്ക്. പിന്നെ നല്ല പേളിൻ്റെ മാലയാണ് ഇതിനൊക്കെ ചേരുന്നത്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി വരുമ്പോൾ നല്ല പേൾമാലയോ മുത്തുമാലയോ ചുമ്മാ മുത്തുമാലയോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഏത് ചോദിക്കുന്ന തന്നെ കിട്ടണമെന്നില്ല. കാരണം ഇത് കിട്ടിയത് എങ്ങനെയാണ്, ഇത്രയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് ശരിക്കും പറയുന്നത് കേട്ടോ. ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല. എപ്പോഴും സുലഭമായിട്ട് ഓൺലൈനിൽ കാണിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എല്ലാം വരേണ്ടതല്ലേ. ഇത് വരും ബോഡി പാർട്ട്.
ഈ ഡിസൈൻ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം സെയിം. ബോർഡർ മെറ്റീരിയൽ സെയിമാ, കളർ സെയിമാ, ഡിസൈൻ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കും. ബോർഡർ ഇങ്ങനെ വരും, ബോഡിയിൽ ഇങ്ങനെ വരും. ഭയങ്കര വലിയൊരു ഇതല്ല ഇത്. ഈ ഒരു ഇത് എന്നാന്ന് ചോദിച്ചാൽ വൈറ്റിൻ്റെ ഒരു ലൈൻസ് പോയിട്ട് ഇടയ്ക്ക് ഒരു ബ്ലാക്കും കൂടി ആയതുകൊണ്ട് ആ ഒരു വലിയ ഡിസൈനായിട്ട് തോന്നത്തില്ല. മുന്താണി ഇത്. ഇതാണ് ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിനൊരു ഹൈലൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് അവിടെ പോയിരിക്കുക. വൈറ്റ് ബ്ലൗസ് കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൗസ്. അതിൻ്റെ അറ്റത്ത് ബുട്ട കാണുമോ നോക്കാം അല്ലേ? ബുട്ട ഇല്ല. ഞാൻ സൈഡിലുണ്ടോ? ആ ബുട്ടായും ബോർഡറും ഉണ്ട്. ഇല്ലെന്ന് പറയാം. എന്ത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും ബ്ലൗസിന് ബോർഡറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്, ബോർഡറും ഉണ്ട്, ഈ ബുട്ടായും ഉണ്ട്. ബുട്ടായി ഇഷ്ടമില്ലെങ്കിൽ ബുട്ട അഴിച്ച് കളയുക, ബോർഡർ മാത്രം വയ്ക്കുക. എന്നാണേലും നല്ല സൂപ്പറായിരിക്കും. ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ എങ്ങനെ ഇരിക്കും എന്ന്. അടിപൊളിയല്ലേ? നല്ല ക്ലാസ് ലുക്കിൽ ഒരു എന്നാ പറയുന്നത്, ടീച്ചേഴ്സിനോ ഡോക്ടേഴ്സിനോ പ്രൊഫസേഴ്സിനോ അല്ലാതെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കോ ഫംഗ്ഷന് പോകുന്നവർക്കോ ഒക്കെ സ്പെഷ്യൽ ഡേയ്സിൽ പ്രത്യേകിച്ചും നല്ല സ്പെഷ്യലായിട്ട് പോകാം. അടുത്തത് ഇതിനകത്ത് എടുത്ത് നിൽക്കുന്ന ബ്ലാക്ക് കളറാണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. വൈറ്റും ഉണ്ട്. രണ്ടും ഡീപ്പായിട്ടുള്ള കളറാണ്. ജെറ്റ് ബ്ലാക്കാണ് വൈറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റിൻ്റെ ഏറ്റവും ബ്രൈറ്റ്നെസ് ഉള്ള ആ ഒരു ഷെയ്ഡാണ് പോകുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ. മുന്താണി കാണിക്കാനാ. മുന്താണി ഇത് ഇങ്ങനെ കണ്ടോ? ആ ജെറ്റ് ബ്ലാക്കിന് എന്താ ഒരു ഭംഗിന്നറിയാവോ? ഇതാ മുന്താണി കണ്ടോ? ബുട്ട ഇനി രണ്ട് സൈഡിലും വേണ്ടാന്ന് തോന്നിയില്ലെങ്കിൽ നമുക്കത് അഴിച്ചു കളയും. ചിലർക്ക് ഓരോ അതിൻ്റെ ബ്ലൗസിൻ്റെ കാര്യം മറന്നുപോയി. എല്ലാത്തിനും ബ്ലാക്കാണ് എന്തോ ഒരു അതിൻ്റെ ബ്ലൗസ് അങ്ങനെ തന്നെ പ്ലെയിനാണ്. ആദ്യത്തേൻ്റെ പോലെ തന്നെ പ്ലെയിനാണ്. ബോർഡർ ഒരു വശത്ത് ബോർഡറും ഉണ്ട്, ഒരു വശത്ത് ബുട്ടയും ഉണ്ടല്ലോ അല്ലേ? നോക്കിയിട്ട് പറയാം അല്ലേ? ഇല്ല ഡിങ്ക് അതെന്തുവാ അങ്ങനെ അവിടെ വന്ന് അതിന് വെച്ചപ്പോഴത്തേനും ബുട്ട തീർന്നു പോയോ? ഇല്ല, അതെന്നെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ശരിയാവും? അതെന്നാ എനിക്കൊന്ന് ബോർഡർ വേണ്ടവർക്ക് ബോർഡർ വെക്കുക, അങ്ങനെയായിരിക്കും. ഇതിൻ്റെ എങ്ങനെയാണെന്നറിയാവോ? ഒരു സൈഡിൽ ബോർഡറും ഒരു സൈഡിൽ ബുട്ട മാത്രവും. ആദ്യത്തേന് ബോർഡറും ബുട്ടായി ഒന്നിച്ചായിരുന്നു. രണ്ടാമത്തേന് വൈറ്റ് ബ്ലൗസ് വന്നിട്ട് ബോർഡറും ബുട്ടായി ഒന്നിച്ച്. ഇതിന് ഒരു സൈഡിൽ ബോർഡർ മാത്രം, ഒരു സൈഡിൽ ബുട്ട മാത്രം, ബ്ലാക്ക് വന്നിട്ട് അടി ബുട്ട മാത്രം. ഇത് ബുട്ട വേണ്ടെങ്കിൽ ബുട്ടാൻ കഴിച്ച് കളയാം. ബോർഡർ പ്രശ്നമില്ലല്ലോ, ബോർഡർ നല്ലതല്ലേ? പ്ലെയിൻ ബ്ലാക്ക് അല്ലേ, ഈ ബോർഡർ നല്ലതല്ലേ? ബുട്ട വേണ്ടെങ്കിൽ ബുട്ട അഴിച്ച് കളയാം. ഇനി ഈ ഒരു ബുട്ട എന്ന് പറയുന്ന സാധനം ചുറ്റും ഇഷ്ടമില്ല, ഇപ്പം എൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഇഷ്ടമില്ലെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ അഴിച്ച് കളയാം. ഈസി ആയിട്ട് നമുക്കത് അഴിച്ച് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യണ്ട, നല്ലതത്. അതല്ലേ അതിൻ്റെ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതല്ലേ. പിന്നെ ചിലർക്കൊണ്ടൊരു അതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഓവറായി പോവും, അത്ര വേണ്ട എന്ന് തോന്നിയാൽ ജസ്റ്റ് റിമൂവ്. ബോർഡർ കൂടുതൽ നല്ല ഇച്ചിരി വീതിയുള്ളതാണ് ഇതിൻ്റെ. കണ്ണു വെക്കണോ? നല്ല രസമല്ലേ? ഇതന്നെ ഇങ്ങനെ അകത്തോട്ട് പോകുന്ന ഭാഗമല്ലേ ഇത്? ഏറ്റവും അകത്ത് വരുന്നുണ്ടോ കേട്ടോ? അത് ഏറ്റവും അകത്ത് നമുക്ക് അകത്ത് കുത്തി പോകുന്നിടത്ത് ഈ ബുട്ടായില്ലേ? അഴിച്ചതിന് കുഴപ്പമുണ്ടോ? കണ്ടോ? ഞാൻ ഇവിടെ ഇടുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് പറയണ്ട കേട്ടോ. കണ്ടോ? ഇവിടേക്ക് വരുമ്പം ഈ ഒരെണ്ണത്തിന് വരുമ്പം ബോർഡറിന് വീതി കൂടുതലുണ്ട്. ബോഡിയിലെ പ്രിൻ്റ് ഇങ്ങനെ, താഴത്തെ ബോർഡർ ദേ ഇങ്ങനെ, ആ ബോർഡർ തന്നെ താഴെ. മുന്താണി ദേ ഇത്. നല്ല സാരി കേട്ടോ, ഒറ്റ കുറ്റവും ഇതിന് പറയാനില്ല, ഒറ്റ കുറ്റവും പറയാനില്ല. ഇനി നമുക്ക് ബ്ലൗസ് നോക്കാം. അതിൻ്റെ ബ്ലൗസിന് ഏത് വിധേനയാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലെയിനാണ്. ഇത് കാണുന്നുണ്ടോ ബ്ലൗസ്? ഇതല്ലേ?
ഇതല്ലേ പ്ലെയിൻ, അത് തന്നെ ബ്ലൗസ്. ഇത് പ്ലെയിൻ ബോർഡർ മുട്ട, ഒരു സൈഡിൽ ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബോർഡർ മുട്ടായും കൂടെ വേണേൽ ചൂസ് ചെയ്യാം, ബോർഡർ മാത്രം ചെയ്യാം. എന്നിട്ട് മുട്ട അഴിച്ച് കളയാം. അത് അഴിച്ച് കളയണ്ട, കളയാത്തതാണ് നല്ലത്. അടുത്തത് ഇതാ ഈ ഒരു ഡിസൈൻ. ഒറ്റ ഒരെണ്ണത്തിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇച്ചിരിയും കൂടെ നല്ല അതാണ് എനിക്ക് എന്നെ ഇഷ്ടം. ഈ ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ ഒരു 90% ലേഡീസിൻ്റെയും വീക്ക്നെസ് കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വേറൊന്നും ബോർഡറും ബോഡിയിലെ പ്രിൻറ്റും കഴിഞ്ഞും ബ്ലാക്കിനാണ് കൂടുതൽ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എടുത്തു നിൽക്കുന്ന ബ്ലാക്ക്, പ്രിൻറ്റിന് അല്ല, പ്രിൻറ്റ് കൂടുതലില്ല, അവിടെ ഇവിടെ കുറേശ്ശെ പ്രിൻറ്റ്. ഇതിൻ്റെ മുന്താണി ഇങ്ങനെ കണ്ടോ, മുന്താണി ഇങ്ങനെ. ഇനി നമുക്ക് അതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൗസ് പഴയ പറ്റപ്പോൾ തന്നെയാണ് തോന്നുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഇത് ഒരു സൈഡിൽ ബോർഡറും ഉണ്ട്, ബുട്ടായും ഉണ്ട്. ആ ഒരു നിങ്ങൾ ആ ബോർഡർ ഒന്ന് നോക്കി, എന്നാ ഭംഗിയാണ് ബോർഡറിൻ്റെ ആ ഒരു പ്രിൻറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ എന്ത് രസമാണെന്ന് നോക്കി, എന്നാ ഭംഗിയായിരിക്കും. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഫുള്ള് ബ്ലാക്കായിട്ട് ബുട്ടായും വെച്ച് വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേറെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ മജന്ത പ്ലെയിൻ മജന്തയുടെ ബ്ലൗസ് ഇട്ടാലും ഒത്തിരി സൂപ്പറാണ്. ഒന്നുപോലെ നമുക്ക് എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചോദിക്കും, അയ്യോ കൊള്ളാമല്ലോ, വെറൈറ്റി ആണല്ലോ, എവിടുന്ന് വാങ്ങിച്ചേ എന്ന് ചോദിക്കും. അപ്പോൾ ഇസബെല്ലയുടെ പേര് പറഞ്ഞേക്കണം കേട്ടോ. അയ്യോ, എനിക്ക് ഒത്തിരി പേര് ഫോട്ടോയും മെസ്സേജും ഒക്കെ അയക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എന്നാ പറഞ്ഞതെന്ന് പറയാൻ കിട്ടുന്നില്ലല്ലേ? പറയാം, എന്നാ ഇച്ചിരി ഒരു ക്ലൂ തരുവാണെങ്കിൽ ഞാൻ പറയാം. ഓർക്കുന്നില്ല, അങ്ങനെ എപ്പോഴും അത് ഓർക്കത്തില്ല. എന്തൊക്കെയോ പറഞ്ഞു. എല്ലാവരും ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നു. എന്നെ എല്ലാവരും ഫോട്ടോ അയച്ചു തരത്തില്ലേ സാരിയൊക്കെ എടുത്തു കഴിയുമ്പം? സമയം ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ, എന്നാണെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ പുതിയ സാരി. അപ്പോൾ ഒരെണ്ണം എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന ആ നമ്പറാണ്. പക്ഷേ വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ, വിളിച്ചാൽ എടുക്കത്തില്ല. ഞാൻ ഫോൺ വിരോധിയാണ്, എനിക്ക് ഫോൺ റെസ്ട്രിക്റ്റഡാണ്, അതുകൊണ്ടാണ് എടുക്കുകയില്ലാത്തേ. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന നമ്പർ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ, അതിലേക്ക് അയച്ചു തന്നാൽ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണിക്കത്തില്ല കേട്ടോ. മുന്താണ് ഇത്. ഇതിന് എന്നാന്ന് ചോദിച്ചാൽ താഴത്തെ മേളത്തെ ബോർഡർ ചെറുതും താഴത്തെ ബോർഡർ കണ്ടോ, താഴെ ഇങ്ങനെ നല്ല ഈ ആ ഒരു പ്രിൻ്റ് ഇങ്ങനെ കയറി വന്നിട്ടുള്ള പ്രിൻ്റാണ്. എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി. ഇത് നല്ല ചിന്തിച്ചിരുന്ന് ഡിസൈൻ ചെയ്ത് ഏതോ മിടുക്കനോ എടുത്ത സാരിയാണ്. ബ്ലൗസ് ഇങ്ങനെ ഇരിക്കും, കണ്ടോ കണ്ടോ ഈ കണ്ടോ, വേറൊരു അതിമനോഹര ഡിസൈൻ. ഇനിയുണ്ടോ, തീർന്നില്ല. ഞാൻ ഇതും കൂടി ഇതിന് വൈറ്റ് ആണല്ലോ ബ്ലൗസ്. അടുത്ത സാരി ഇത്. ആ ഡീപ്പ് ബ്ലാക്കിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്ക്. ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ, ബോർഡറിൻ്റെ അവിടെ വരുമ്പോൾ ഡിമ്മ ഒരു ഡൈ കുറച്ച് ചെയ്തിരിക്കുക, ഇങ്ങനെ ഡിമ്മാക്കി. എന്നിട്ട് ബോഡിയുടെ ഭാഗത്ത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുന്താണിയും അങ്ങനെ തന്നെ, ഡിമ്മ് ഡാർക്ക് ഇങ്ങനെ. ഇതാണ് മുന്താണി, കണ്ടോ. ബ്ലൗസ് കൂടെ നോക്കാം. ബ്ലൗസ് വൈറ്റ് ഞാൻ കണ്ടായിരുന്നല്ലോ. ഇതാ ഇങ്ങോട്ടല്ലേ കാണിക്കുന്നത് ബ്ലൗസ്. ഇതേ ബ്ലൗസിൻ്റെ ഇങ്ങനെ സൈഡ് മുട്ടായുണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഇതാണ് നല്ല വശം. ഈ സൈഡ് ബുട്ടായുണ്ട്, ഈ സൈഡ് ബുട്ടായില്ല. ഈ സൈഡ് വേണമെങ്കിൽ വെക്കാം,
ഈ സൈഡ് ഇങ്ങനെ ബ്ലൗസ് ബുട്ട മാത്രമായിട്ട് വേണമെങ്കിലും വെക്കാം. ഇതിന് ബുട്ട പോട്ട്ലി ബട്ടൺ ചെയ്യുന്നതിനൊക്കെ ആ ഒരു ഇതാ പേരാ പറയുന്നത്, ബുട്ട എന്നായിരിക്കും. നമ്മൾ ബുട്ട എന്നാണ് പറയുന്നത്. നമ്മളിതിനെ വിളിക്കും. അയ്യോ ഇത് വല്ലാത്ത ഫോൾഡിങ് കേട്ടോ. പിന്നെ ഒരു കുഴപ്പമില്ല, പിടിക്കുന്നിടത്ത് നല്ല ഈസിയാണ്, ഡ്രൈപ്പ് ചെയ്യാനൊക്കെ ഈസി കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർച്ച് ചെയ്യുമെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരുമാതിരി പരിവരാന്നൊന്നും അല്ലിരിക്കുന്ന നല്ല സോഫ്റ്റ് കോട്ടണാണ്. കാരണം ദേ ആവശ്യത്തിന് കറക്റ്റ്, കൂടുതലുമില്ല കുറവുമില്ല. ഞാൻ പിടിച്ചാൽ ശരിയാകുമല്ലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരെണ്ണം കൂടെ കണ്ടോ. ഞാനും ഇതിൽ കൂട്ടൊരു സാരി എടുത്ത ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ടൊന്ന് കൊടുത്താലോ. ബുട്ടിക്കുകാരി ബുട്ടിക്ക് സ്റ്റൈലിൽ പോകണ്ടേ അല്ലേ? എനിക്ക് ബുട്ടിക്കുകാരി എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന എന്തിനാന്ന് പറയട്ടെ, ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ ബോഡിക്കാണ്. എനിക്ക് അതിപ്പോൾ ഒരു സമയം, നേരത്തെ ഒന്നും അങ്ങനെ നമ്മളങ്ങനെ നോക്കത്തില്ല. ഇപ്പം എനിക്ക് എൻ്റെ ബോഡിയുടെ കംഫർട്ടാണ് എനിക്ക് വലിയ കാര്യം. അതിനപ്പുറത്തോട്ട് ഒരു സ്റ്റൈലും പറ്റത്തില്ല എന്ന് ഓർക്കും. സ്റ്റൈലിന് വേണ്ടാന്നല്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഉണ്ടോ നല്ലല്ലേ? ഇത് ചെറിയ 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 പ്രിൻ്റ്, വൈറ്റും ബ്ലാക്കിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ബോർഡർ, നല്ല മുന്താണി, ബ്ലൗസ് ഇത് വിത്ത് ബുട്ട കണ്ടോ, പ്ലെയിൻ വിത്ത് ബുട്ട. ആ ഡീപ്പ് ഡാർക്ക് കളറ്, ബ്ലാക്ക് കളറ്. പിന്നെ ഒരു എടുപ്പാന്നറിയോ, മുന്താണി ഇതാണേ. തീർന്നു, ആ കാറ്റഗറിപ്പെട്ട സാരി തീർന്നു. ഇനി അത് കാണിച്ചത് അതിൻ്റെ കാര്യം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച നമ്മളുടെ മഞ്ഞയും പച്ചയും സാരിയില്ലേ, ആ സാരിയുടെ വേറെ കളേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇല്ല എന്നാണ് ആൻസർ കൊടുത്തത്. ഉണ്ട്, ഇതാണ് വേറെ കളർ. ഉണ്ടോ, ലാവണ്ടർ വിത്ത് ലാവണ്ടർ വിത്ത് ഡാർക്ക് ലാവണ്ടർ, അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ്, അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. മഞ്ഞയും പച്ച. റേറ്റ് 850 ആണ്. 850 ആണോ അത് 890യോ? റേറ്റ് ഇത്ര കൊടുത്തേക്കാം അല്ലേ? അതുപോലെ ഇപ്പം 3 പ്രൈസിൽ ഈ സാരി വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ വീഡിയോ കാണിച്ചത് 850, 899, 899 അങ്ങനെ 2 ഇതിലേ കാണിച്ചുള്ളൂ. ഒരു പ്രൈസും കൂടെ വന്നിട്ടുണ്ട്, അത് വീഡിയോ കാണിച്ചില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. സ്റ്റഫ് പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയ ഒരു പേരിന്, അതായത് 50 രൂപയുടെയും 100 രൂപയുടെയൊക്കെ വ്യത്യാസം, അത്രേ ഉള്ളൂ. നല്ല സാരിയാണ്, നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്, ഒരു കുറ്റവും പറയാനും. പിന്നെ ഈ മഞ്ഞയും പച്ചയും പോലെയുള്ളൊരു അതല്ല എന്നുള്ളതേ ഉള്ളൂ, അതിനോടുള്ള ആ ഒരു ഇതുള്ളൂ. പക്ഷേ ഇത് നല്ല സിമ്പിളാണ്. നല്ല എന്നാ പറയുന്നത്, ഭയങ്കര ഈ ഇച്ചിരി സിമ്പിൾ ലൈറ്റ് കളേഴ്സ് മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതൊരു കോമ്പിനേഷനാണ് ഇത്. ബോഡിക്ക് നല്ല ലൈറ്റ് കളറാണ്. ഇവിടെ വരുമ്പോൾ ഇത്. ഇനി അതിൻ്റെ മുന്താണിയാണെങ്കിൽ കോപ്പർ ഷെയ്ഡാണ്. റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇതാണ് മുന്താണി. അങ്ങനെ പൊക്കി കാണിക്കണം. കണ്ടോ, ഡിസൈൻ കിട്ടിയോ? നല്ല കോപ്പർ വീവിങ് വരുന്നു. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വന്ന് ആ ഒരു കോപ്പർ വീവിങ് കൊണ്ട് തന്നെയുള്ള ബോർഡർ ബ്ലൗസിന് പ്ലെയിൻ. നല്ല ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് വരുമ്പം നല്ല ഭംഗിയാണ്. എന്താ നല്ലതല്ലേ? നല്ല ലൈറ്റ് ഷെയ്ഡാണ്. നല്ല ഈ ലാവണ്ടർ ഷെയ്ഡ്, നമ്മുടെ ലൈറ്റ് ഈ ഒരു സൈസ് യെല്ലോ ഷെയ്ഡ്, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഭയങ്കര എന്നാ പറയുന്നത്, ഒരു സൗമ്യ ഫീലിംഗ് ഉണ്ടാവും അല്ലേ? രൗദ്രമല്ല, സൗമ്യം, ശാന്തം. എന്നാൽ ഇവിടെ പിടിക്കുവാണെങ്കിൽ കിട്ടും. ഇനി മഞ്ഞയും പച്ചയല്ലേ കാണിച്ചേ, ഇനി പച്ചയും മഞ്ഞയായാലോ? ഇഷ്ടമാണോ? ബോർഡർലെസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വളരെ സോഫ്റ്റ് സിൽക്ക് എന്ന് തന്നെ പറയാം ഇതിന്. സെമി സിൽക്ക് എന്ന് പറയുന്നതിലും, സെമി സിൽക്ക് എന്നും പറയാം, സോഫ്റ്റ് സിൽക്ക് എന്നും പറയാം. എന്തിനാപ്പോൾ ഇവരിങ്ങനെ മടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാത്ത ഒരേ ഒരു കാര്യം. എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ സൂററ്റിലേക്ക് പോവുകയാണ് ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി. നിങ്ങൾ എന്തിനിങ്ങനെ ഫോൾഡ് ചെയ്ത്
നമ്മുടെ നെയ്ത്തുകാരെ നിങ്ങൾ ഇങ്ങനെ എന്തിനു ഫോൾഡ് ചെയ്യുന്നു? ഇത് കണ്ടോ, നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ. എപ്പോഴും കാണുന്നൊരു ബോട്ടിൽ ഗ്രീൻ എന്ന് ഞാൻ പറയുകയല്ല, അതിലും നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ. നമ്മളെപ്പോഴും കാണുന്ന സെമി സിൽക്കിൻ്റെ ഒരു സാരിയെ കഴിഞ്ഞും ഭയങ്കര സോഫ്റ്റാണിത്. ഭയങ്കരമായിട്ട് നല്ല കനം കുറവാണ്, നല്ല കനം കുറവാണ്. ഇത് കണ്ടോ, കണ്ടോ, ഇങ്ങനെ പടുപടാന്നാ നിൽക്കുന്നില്ല, ഒരു കനം കുറവാണ്. പിന്നെ നല്ല കുഞ്ഞി കുഞ്ഞി ബുട്ട അവിടെ അത് നല്ലൊരു ടച്ച് തരും, നല്ലൊരു പാർട്ടി ടച്ച് തരുന്ന ബുട്ട. ഇങ്ങനത്തെ ഒത്തിരി ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഇതിനോട് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. ഇത് കോപ്പറാണേ, ബോഡിയിലുള്ളത് കോപ്പറാണ്, വീവിങ് ആണ്, പ്രിൻ്റ് അല്ല വീവിങ് ആണ്. ഒരു പ്രിൻ്റ് ഉണ്ട്, ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഗ്രീൻ അല്ല, ഗ്രീനിൻ്റെ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു കോപ്പർ ഇത് വീവിങ് ആണ്. മുന്താണിയുടെ ഡിസൈൻ അറിയണമെങ്കിൽ ഇച്ചിരി പാടാണ്, കാരണം നല്ല മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡാണ് അത്. പക്ഷേ നമുക്ക് ക്യാമറയിൽ അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസിൻ്റെ ആട്ടം നല്ല ഭാഗം ഇതാണ്, അതോ സെൽഫ് ഡിസൈൻ വരുന്ന ബ്ലൗസ് വിത്ത് ബോർഡർ. സെൽഫ് ഡിസൈൻ മാത്രമല്ല, ഈ ബോർഡറും കൂടെയുണ്ട്. അല്ലല്ലേ? ആണോ ആണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. നല്ലതാണ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നല്ല വിശദീകരിച്ച് എഴുതി. വേറെ പണിയൊന്നുമില്ല, ഇരിക്കുമല്ലേ എന്നാണോ മനസ്സിൽ വിചാരിക്കുന്നത്. ഇച്ചിരിയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സമയം വിനിയോഗിക്കണമെന്ന് എപ്പോഴും ഈ പറയുന്ന ആരാ ഞാൻ എപ്പോഴും വലിയ എൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് പോയിരുന്ന് പരാതി പറയും. ചുമ്മാ പരാതിയൊന്നുമല്ല, ഒരു രസം. നമുക്കിങ്ങനെ ഈ പെണ്ണുങ്ങളുടെ സ്വതവേയുള്ള സ്വഭാവമാണല്ലോ ഇങ്ങനെ ആവലാദ്യം പരാതിയൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു സുഖം കിട്ടുമല്ലോ, പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ലല്ലോ. ഞാനാണെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് എണീക്കുന്നതാണ്, എന്തെല്ലാം കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യം നോക്കണം, കെട്ടിയവൻ്റെ കാര്യം നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പ് നോക്കണം, ഓൺലൈൻ നോക്കണം, സ്റ്റാഫിനെ ഇങ്ങനെ പരാതിക്കെട്ടാ എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും എനിക്കൊരു ഫ്രീഡവും ഇല്ല, എനിക്കൊരു മിനിറ്റ് പോലും കിട്ടുന്നില്ലെന്ന്. വിചാരിച്ചാൽ ഇതെല്ലാം ഉണ്ടാകാവുന്നേ ഉള്ളെന്ന് എനിക്കറിയാം, പക്ഷേ ചില സമയത്ത് കിട്ടാറില്ല കേട്ടോ. നമ്മുടെ മാനേജിങ്ങിൻ്റെ കുഴപ്പം. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ അലസതയൊക്കെ കാണിച്ച് ചുമ്മാ കത്തിയൊക്കെ അടിച്ച് സമയം കളയുന്നതും കൊണ്ടും, പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ സമയം അങ്ങാ വഴിക്ക് പോകുന്നത് കൊണ്ടും എന്തിനാ പറഞ്ഞ് വലിച്ചു നീട്ടുന്ന വെച്ചിട്ട് എന്ന് വിചാരിക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. മാർച്ച് 8 വനിതാ ദിനത്തിലൊരു വലിയ സർപ്രൈസ് തരുന്നുണ്ട്, എന്നാന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.